ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് ജിമ്മും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്തിനാണ് നമ്മൾ കളിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈസിനാണ് ഗൈസ് നമ്മളിന്നെല്ലാം ചെയ്തത്. ഓക്കെ, അപ്പം നീ നേരെ നമുക്ക് എന്തായാലും ബോസും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് അറിയില്ല. ബോസ് പറഞ്ഞു പെട്ടെന്ന് വാടാ ഫ്രാങ്ക്ലിനെ, ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തായാലും നീ ഒന്ന് പെട്ടെന്ന് വാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പം നേരെ നമുക്ക് എന്തായാലും ബോസിനെ വിളിക്കും. അപ്പോൾ നമുക്ക് തൽക്കാലം പണിയൊന്നുമില്ല, നമുക്ക് പണി തരുന്നത് ഇപ്പോൾ ബോസാണ് ഗൈസ്. നിറയെ കാറും അതൊക്കെ തരും, അതാണ് ഒരു ഹാപ്പിനെസ്. ഓക്കെ, അപ്പം നേരെ നമുക്ക് എന്തായാലും ബോസിൻ്റെ അവിടെ പോയിട്ട് എന്തിനാണ് വിളിച്ചതെന്നും അറിയില്ല. നേരത്തെ നമുക്ക് എന്തായാലും ബോസിൻ്റെ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വരും ഗീസ്. നമ്മുടെ ഹൈബൂസയിലാണ് കേട്ടോ പോകുന്നത്, ബ്ലൂ കളർ ഹൈബൂസ. ഇത് നമുക്ക് ബോസ് ഗിഫ്റ്റേ തന്നാണ് കേട്ടോ, എന്തോ ഒരു വർക്ക് ചെയ്ത് കൊടുത്തപ്പോഴാണ്. അപ്പം നേരെ നമുക്ക് എന്തായാലും ബോസിനെ അവിടേക്ക് കത്തിച്ചു വിടാം ഗീസ്. ഓക്കെ, നമ്മുടെ വണ്ടിയാണെങ്കിൽ നല്ല രീതിയിൽ സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സിറ്റിയും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നു ഗീസ്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് സിറ്റി ഇപ്പോൾ. ഓക്കെ ഗീസ്, അപ്പോൾ എന്തായാലും നമ്മൾ ബോസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. എടാ ബോസ് ഇപ്പോൾ വലിയ കാറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു കാർ ഇന്ന് നമുക്ക് കിട്ടിയായിരിക്കും ഗീസ്, ആണെന്നാണ് തോന്നുന്നത്. അപ്പം നേരെ നമുക്ക് എന്തായാലും ബോസ് എന്തിനാണ് വിളിച്ചതെന്ന് അറിയില്ല, എന്തിനാണ് വിളിച്ചതെന്ന് ഉള്ളിൽ പോയിട്ടൊന്ന് ചോദിച്ചിട്ട് വരിക ഗൈസ്. അപ്പം നേരെ നമുക്ക് എന്തായാലും ഉള്ളിൽ പോകാം. നമ്മുടെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ മാസ് സീനിൽ താഴേക്ക് ഇട്ടിട്ട് പോകുന്നുണ്ട്, ചോദിച്ചിട്ട് വരിക ഗൈസ്. ഓക്കെ സാധനം ബോസ് എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സിറ്റിയിൽ ഗ്രീൻ ബ്രദേഴ്സ് പറഞ്ഞൊരു ടീമുണ്ട് ഗൈസ്. അവൻ്റെ ഒരു ഗ്രീൻ കളർ ബോട്ടുണ്ട്, അതിന് സ്റ്റീൽ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നിനക്ക് അടിപൊളി കാറും കാര്യങ്ങളൊക്കെ തരാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഈ ഗ്രീൻ ബ്രദേഴ്സ് എവിടെയാണ് ഈ ബോട്ട് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബിൽഡിങ്ങിൻ്റെ മേലെയാണ്. നമുക്കൊരു ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇതെടുത്തിട്ട് പോയിട്ട് ഗ്രീൻ ബ്രദേഴ്സിനെ ഷൂട്ട് ചെയ്യുന്നു, ഈ ബോട്ട് എടുക്കുന്നു, വരുന്നു ഗൈസ്. ഒരു സില്ലി ചെറിയ പണിയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, വൈകുന്നേരം ആണെങ്കിൽ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ വർക്ക് തീർക്കണം. ഇപ്പോൾ ഒരു 3 മണി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പെട്ടെന്നാണ് സമയം കാര്യങ്ങളൊക്കെ പോകുന്നത് കേട്ടോ, അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഗീസ് നമ്മളെന്തായാലും നേരെ തന്നെ നമ്മുടെ ഗ്രീൻ ബ്രദേഴ്സിനെ അവിടേക്ക് വൈകുന്നേരം ഗീസ് എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെന്നിൻ്റെ പുതിയ ഷോറൂമും കാര്യങ്ങളൊക്കെ ഇനോഗ്രേഷൻ ചെയ്യണം ഗീസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബെന്നി വിളിച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും വൈകുന്നേരം പോകണം കേട്ടോ, എന്തായാലും ആദ്യം ഈ വർക്ക് തീരട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ നേരെ തന്നെ നമുക്കെന്തായാലും നമ്മുടെ പണി ചെയ്യാം. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ ഗ്രീൻ ബ്രദേഴ്സിൻ്റെ ബിൽഡിങ്. ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്തേരെ കുഴപ്പമില്ല. അതാ ഗീസ്, അതാ ഗ്രീൻ കളർ ബോട്ട് കണ്ട് അവിടെ, അതാ ഗീസ്. ഓക്കെ, അവിടെ തന്നെ സംഗതി ഒരു സീനൊന്നും ആക്കില്ല എന്നാണ് തോന്നുന്നത്. നമുക്കെന്തായാലും ഇറങ്ങുന്നു, ഷൂട്ട് ചെയ്യുന്നു, വരുന്നു ഗീസ്, അത്രേ ഉള്ളൂ. ഒരു ചെറിയ പരിപാടിയാണ്. ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ മേലെ വന്നപ്പോൾ അതാ ഗീസ്, ഇത് ഗീസ്. അപ്പോൾ നമുക്കെന്തായാലും RPG വെച്ച് ഉമ്മാരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. ഉമ്മാരാണെങ്കിൽ അവിടെ നിന്ന് കാറിൽ നിന്നൊക്കെ എണിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ഗീസ്, നമ്മളെന്തായാലും പയ്യെ ഓരോ കാറെ ബ്ലാസ്റ്റ് ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സെൻട്രലാണെങ്കിൽ ഗ്രീൻ കളർ ബോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കാണേണ്ട. അതാ ഗീസ്, ആ ഗ്രീൻ കളർ ബോട്ട് ബ്ലാസ്റ്റ് ആവേണ്ടി നോക്കണം. നമ്മൾ ബാക്കിയുള്ള കാറൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഗ്രീൻ ബ്രദേഴ്സ് സൗണ്ട് കേട്ട് വരുന്ന മുമ്പ് നമുക്ക് നേരെ ഈ ബോട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും നമ്മുടെ ഹെലികോപ്റ്ററിന് മേലെ അറ്റാച്ച് ചെയ്തിട്ട് നേരെ തന്നെ കൊണ്ടുപോകുക ഗൈസ്. നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ അടിയിൽ ഒരു മാഗ്നറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് ഈ ബോട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുക. ബോട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മുടെ ഗ്രീൻ കളർ ബോട്ട് നമ്മൾ ബോസിൻ്റെ കൊടുക്കാൻ പോകും ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് എന്തായാലും കൊണ്ടുപോകാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഹെലികോപ്റ്റർ അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ബോസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് നന്ദിയും കാര്യങ്ങളൊക്കെ ബോസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു സുപ്ര കാറുകളൊക്കെ തന്നു ഗൈസ്. സുപ്ര, ഓക്കെ, MK5 ആണ്ടത്, Mark 5 ആണിത്. ഓക്കെ, സുപ്ര 5 അടിപൊളി മോഡലാണ്ടത്. ഓക്കെ ഈസ്, എന്തായാലും വണ്ടി കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ ഈസ്, അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും സമയം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ബെന്നിൻ്റെ ഷോറൂമും കാര്യങ്ങളൊക്കെ ഇന്നാണ് ഗീസ് ഇനോഗ്രേഷൻ. അപ്പോൾ നേരെ നമുക്ക് എന്തായാലും ബെന്നിൻ്റെ അവിടേക്ക് പോകണം. നമുക്ക് വീട്ടിൽ പോയിട്ട് എന്തായാലും ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യണം ഗീസ്. കുളിച്ചിട്ട് ഒരാഴ്ചയായി. അപ്പോൾ നേരെ നമുക്ക് എന്തായാലും വീട്ടിൽ പോയി കുളിച്ചിട്ട് നേരെ റെഡി ആയിട്ട് വരാം ഗീസ്. അപ്പോൾ നേരെ ഉണ്ട് നമുക്ക് എന്തായാലും ബെന്നിൻ്റെ അവിടെ പോകണം. ഓക്കെ ഈ സാധനം എന്തായാലും കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സുപ്രീം കാര്യങ്ങളൊക്കെ സൈഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഹൈബൂസിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ വരുമ്പോൾ. ഓക്കെ ഈ അപ്പോൾ നേരെ നമുക്ക് എന്തായാലും ഇനി ബെണ്ണിൻ്റെ അവിടെ പോയിട്ട് വേണം എല്ലാ പരിപാടികളും ചെയ്യാൻ. ഓക്കെ, നേരെ നമുക്ക് എന്തായാലും കത്തിച്ച് വിടാം. ബെണ്ണിൻ്റെ അവിടെ പോയി നമ്മുടെ ഇനോഗ്രേഷൻ പരിപാടികളൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ നേരെ നമുക്ക് എന്തായാലും ബെണ്ണിൻ്റെ അവിടെ പോവാം. ഓക്കെ, നമ്മൾ നേരെ കത്തിച്ച് വിടും ഗൈസ്. നമ്മുടെ ഫ്രാങ്കിൾ മച്ചു ആളിന്ന് നല്ല ഉഷാറുണ്ട്, കുളിച്ചത് ഉഷാറായ ആൾ. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്തായാലും പോകുക ഗൈസ്, കത്തിച്ച് വിടാം. ഓടാ, ഇത് വണ്ടി മുട്ടിയല്ലോ ഇപ്പോൾ. അയ്യോ, സീനായ. എവിടെ നോക്കിയിട്ടാണോ ഓട്ടുന്നത്? കണ്ണൊന്നും നിന്റെ കണ്ണിലില്ലേ? എവിടെയാണോ കണ്ണൊക്കെ വെച്ചിട്ട് വരുന്നത്? അടിച്ച് മോന്ത വിളിച്ചേനിപ്പം നിന്നെ. ചേട്ടാ, ഇപ്പോൾ ഇത്ര ഉള്ളൊരു സീനൊന്നും ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ചേട്ടന് ആരാണ്? ഈ സിറ്റിത്തെ ഗാങ്സ്റ്ററിൻ്റെ അടുത്താണ് കളിച്ച് കിട്ടാ. എടാ, നീ അത്രയ്ക്ക് ആളൊക്കെ വലിയ ആളാവാൻ നിൽക്കണ്ട കേട്ടാ. എന്തായാലും നിൻ്റെ വണ്ടി ഇടിച്ചിട്ട് ഒന്നും ആയിട്ടില്ല, ഒരു ചെറിയ സ്ക്രാച്ച് ആയിട്ടുള്ളൂ. ഒരു ഗ്ലാസ് പൊട്ടിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടാ. വലിയ ആളിൻ്റെ സംസാരിച്ചല്ലേ, ഗ്ലാസ് പൊട്ടിയില്ല, ഇനി ഇത് പോയി നേരാക്ക്.
കോരങ്ങ ഗൈസ് എന്തായാലും നമുക്കിവിടെ മാസയിലെ ഇറക്കിയിട്ടുണ്ട് പോലീസ് വരുന്ന മുമ്പ് ഇവിടുന്ന് മുങ്ങാട്ട ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കാൻ വയ്യ നമുക്കാണെങ്കിൽ പെണ്ണിൻ്റെ പരിപാടിക്ക് പോകണം അപ്പോൾ നേരെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ പെണ്ണിൻ്റെ പരിപാടി നമ്മുടെ ഷോറൂം ഇനോഗ്രേഷൻ അപ്പോൾ നേരെ നമുക്ക് എന്തായാലും കത്തിച്ച് വിടാം ഓക്കെ നമ്മുടെ ഹൈബൂസ ഓൺ ഫയർ ഗൈസ് ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ എന്തായാലും പെണ്ണിൻ്റെ ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞു എങ്ങനെ പെണ്ണിൻ്റെ ഷോറൂം ഉണ്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് അപ്പോൾ ഇത്രയുള്ളൂ എന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യും